പിന്നിൽ കളിക്കുന്ന അവരുടെ ഉദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഏകദേശം എനിക്ക് തോന്നുന്നു അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞത് ഇപ്പോൾ അഖിലിനെതിരെ ഇങ്ങനൊരു കേസ് വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ കമന്റ് ആണെന്നാണ് പറയുന്നത്. എനിക്കതിന്റെ ലോജിക്ക് ഒന്നും ഇപ്പോഴും ഞാൻ മനസ്സിലായില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിന്റെ അടിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ലൈവ് ഇടുകയോ പോസ്റ്റ് ഇടുകയോ ചെയ്താൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിരുന്ന് ആൾക്കാർ മറ്റൊരാൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടാൽ അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നു. ഇനി അങ്ങനെ ഒരു നിയമമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പ്രൊഫൈലിൻ്റെ അടിയിൽ വന്നിരുന്ന് നിങ്ങൾ ആരെയും ആക്ഷേപിച്ച് കമന്റ് ഇടാതിരിക്കുക. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ കമന്റുകളൊന്നും അധികം വായിക്കാറില്ല. ഇപ്പം എന്നെക്കുറിച്ച് എത്രയോ ആൾക്കാർ എന്തെല്ലാം നെഗറ്റീവായിട്ട് പറയുന്നു. ഇപ്പം ഞാൻ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മോശമായി സംസാരിക്കേണ്ട, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. ചില വളരെ മോശമായിട്ടൊക്കെ ചില ഇടുന്ന കമന്റുകളൊക്കെ മാത്രമേ ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത്രക്കാരെ ഞാൻ അവർ തന്നെ പറയാറുണ്ട്, ഇവൻ്റെ ഈ പോസ്റ്റ് കണ്ട് മടുത്തെന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രക്കാർ എന്തിനാണ് പോസ്റ്റ് കാണാൻ വരുന്നത്, വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കളയുന്നു. അപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയ വിഷയം ഇന്നലെ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ ചന്ദ്രലേഖ സിനിമയിലെ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത്. ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അനുപം പേര് മറന്നു, ഒരാൾ വന്ന് കയറിയിട്ട് ഹസ്ബൻഡ് ആൽബി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം ശ്രീനിവാസൻ വന്ന് പറയത്തില്ല, അവന് പ്രാന്താന്നെന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോകുന്നൊരു സീനുണ്ടല്ലോ. എനിക്ക് ഇന്നലത്തെ ദിവസം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അതായത് അവനുമായി 1% പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ അവൻ വന്നിരുന്നിട്ട് എൻ്റെ ഭാര്യയെയും മക്കളെയും അമ്മയെയും വളരെ ആക്ഷേപിച്ചുകൊണ്ട് അവനൊരു വീഡിയോ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവൻ ഈ സംസാരിക്കുന്നത് കേൾക്കുന്ന ഏതൊരാളും, നിങ്ങളിലൊരു അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിലൊരു ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിലൊരു മകനുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിലൊരു സഹോദരനുണ്ടെന്നുണ്ടെങ്കിൽ, ഇവനെ കണക്ക് പറയുന്ന ഒരാളെ നിങ്ങൾ അവൻ പറയുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും? അതിന്റെ 10-1 പോലും ഞാൻ സത്യത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ അവനെ ഫോണിൽ വിളിച്ച സമയത്ത് എനിക്ക് അവനെ സത്യം പറഞ്ഞാൽ അവന്റെ ചെകിടടിച്ച് പറിക്കണം എന്നുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. കാരണം 1% പോലും, ഒരുവനെ 1% പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ സമൂഹത്തിൽ നമ്മുടെ ഈ സമസ്ത മേഖലകളിലും നടക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിനുള്ളിൽ ഇന്നലകളിൽ നടന്ന ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവൻ അതിനകത്ത് ഇത്രയേറെ രോഷാകുലനായി എനിക്കെതിരെ പ്രതികരിക്കാൻ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ, ഇവൻ അപ്സരയെ തോൽപ്പിക്കണം. ഇവൻ അപ്സരെ തോൽപ്പിക്കണമെന്ന് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ആ പാവപ്പെട്ട പെൺകൊച്ചിനെ തോൽപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഒരുത്തനാണ് ഇവൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഇവൻ ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഇവനെ കയറി വിട്ട സമയത്ത് ഇവൻ അതിനകത്ത് കിടന്ന് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഞാൻ കണ്ടു. അപ്പം അതിനകത്ത് കയറിയിട്ട് ഊളത്തരങ്ങൾ കാണിച്ച് ഹസ്ബൻഡ് ആണെന്നുള്ള പേരിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇവൻ ഫേസ്ബുക്കിൽ ഏതോ ഗ്രൂപ്പിൽ പോയി ഒരു പോസ്റ്റ് ഇട്ട് പോലും അപ്സര പുറത്തായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അപ്സര പുറത്തായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടാൽ അപ്സരയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വോട്ട് അവസാനിപ്പിക്കാനും ആ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് പിന്നീട് വോട്ട് ചെയ്യാതിരിക്കുമല്ലോ. അതാണല്ലോ എന്റെ രീതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്സരയ്ക്ക് വോട്ട് കുറയണം, മറ്റാർക്കെങ്കിലും വോട്ട് കിട്ടണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ അപ്സര എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ അവൾ ചിലപ്പം ടോപ്പ് 5 ഉണ്ടാവും. അപ്പൊ ഇവനത് കടിക്കും, ഇവന് ചൊറിച്ചിലിങ്ങനെ കയറി തകിട്ട് നിൽക്കുക. ഇവൻ വിചാരിച്ചേക്കുന്നത് ഇനി അപ്സര ജയിച്ചു കഴിഞ്ഞാൽ ഇവൾ എന്നെക്കാട്ടിയും വലിയ ആളായി കഴിഞ്ഞാൽ ഇവൻ ഒന്നാമത്തെ മറ്റേ ഒരു ഞാൻ പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മരപ്പട്ടി ആക്ഷേപിച്ചെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല, അതൊക്കെ നമുക്ക് വിടാം. രണ്ടായാലും ആ പെൺകുട്ടിയെ തോൽപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവന്റെ അജണ്ട. ദയവ് ചെയ്ത് എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ അപ്സര, ഞാൻ ഈ ഗെയിമൊന്നും കാണുന്നില്ല, അപ്സര അവിടെ നല്ലൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്സരയ്ക്ക് പരമാവധി വോട്ട് ചെയ്യണം. അപ്സരെ പരമാവധി വോട്ട് ചെയ്ത് അവിടെ നിർത്തണം. കാരണം ഈ പെൺകുട്ടിയെ ഏത് രീതിയിലും മോശമാക്കി ചിത്രീകരിച്ച് ഈ അപ്സരയൊക്കെ എനിക്കൊന്ന് സീരിയൽ ആർട്ടിസ്റ്റുകൾ എന്ന നിലയിൽ ഇനി ഓഡിഷന് പോലും അറ്റൻഡ് ചെയ്യാതെ ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളവരാ. അപ്പോൾ ഓഡിഷനിൽ അറ്റൻഡ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള പെൺകുട്ടികളെ പറ്റി ഞാൻ പറയുമ്പോൾ ഈ അപ്സരയെ സമൂഹത്തിൽ മോശമാക്കി ചിത്രീകരിക്കണം. കാര്യം അപ്സര ഓൾറെഡി ഒരു ഡിവോഴ്സ്ഡ് ആയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഡിവോഴ്സ്ഡ് ആയതിന്റെ ചില കാരണങ്ങൾ അപ്സരയുടെ ഹസ്ബൻഡും മറ്റും പഴയ മുൻ ഹസ്ബൻഡൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവൻ അതൊക്കെ വിശ്വസിച്ചിട്ട് ഈ സംശയം ഇങ്ങനെ തകട്ടി ഇനി നാളെ ഇവനെ ഉപേക്ഷിച്ച് പോയാലോ, അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ഇവൾ ബിഗ് ബോസിൽ വിജയിക്കാൻ പാടില്ല, ബിഗ് ബോസിൽ മാക്സിമം നിന്ന് ഇവൾ കപ്പടിക്കുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഇവൾ എന്നെ കളഞ്ഞിട്ട് അടുത്ത ആളുടെ കൂടെ പോകുമോ എന്നുള്ള ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയം കാരണം ഈ പെൺകുട്ടിയെ ഏത് വിധേനയും തകർക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവൻ വന്നിരുന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ 1% പോലും ഇവനെ ബാധിക്കുന്ന വിഷയമേ ആയിരുന്നില്ല. സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കരുത്, അത് വിട്ടേക്കൂ.
അപ്പൊ അവനെതിരെ പറയാനുള്ളതാണ്. പിന്നെ അവൻ എനിക്കെതിരെ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കുമെതിരെ പറഞ്ഞ വിഷയത്തിൽ 100% അവനെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമാണ്. ഇന്ന് രാവിലെയും എനിക്കറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എനിക്ക് ഇങ്ങോട്ട് എന്നെ വിളിച്ചു പറഞ്ഞേക്കുന്നു, അഖിലെ ഇന്ന വകുപ്പുകൾ പ്രകാരം അവനെ തൂക്കിയെടുത്ത് അകലെ അകത്തിടണം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവനെതിരെ ഇവനൊരു കേസ് കൊടുക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന്. IPC നാറും. IPC ഒരു പർട്ടിക്കുലർ വകുപ്പ് പ്രകാരം ഈ ആൽബി എന്ന് പറയുന്നവനെതിരെ ഒരു കേസെടുത്താൽ ആ IPC ഇന്ത്യൻ പീനൽ കോഡ് നാറും. അത്രയും നെറുകെട്ട ഒരുത്തനാണ് ഇവൻ, സാമാന്യ ബോധമില്ലാത്ത ഒരുത്തനാണ് ഇവൻ. അപ്പൊ അവനെതിരെ ഞാൻ കേസ് കൊടുത്ത് ഇന്ത്യൻ പീനൽ കോഡിനെ നാറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവന്റെ കുടുംബത്തിന് ഏറ്റവും അഭിമാനമായിട്ട് തന്നെ നിലനിന്ന് പോകട്ടെ. അവനാണ് അവന്റെ കുടുംബത്തിന് ഏറ്റവും വലിയ അഭിമാനം. അതുകൊണ്ട് ആൽബി, നീ ഇങ്ങനെ തന്നെ പോടാ, നീ ഇങ്ങനെ തന്നെ പോ. നീ അഭിമാനമാണ്. നീ പുരുഷ സമൂഹത്തിനും നീ നിന്റെ കുടുംബത്തിനും പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് അപ്സരയ്ക്ക് നീ ഒരു അപമാനമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നീ ആ പെൺകുട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് നീ. അപ്പൊ ഇതൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അത് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ, അതായത് ഈ ശോഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ തന്നെ ആഗ്രഹിക്കുന്നത്. എനിക്ക് അനാവശ്യമായിട്ട് ശോഭയെ പൊതുമധ്യത്തിൽ മറ്റൊരാളെ കൊണ്ട് അപമാനിക്കുന്നതോട് പൊതുവെ താല്പര്യം നേരത്തെ തന്നെ ഇല്ല. ഞാനത് ശോഭയോട് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് ശോഭ എന്നിട്ടും ആലോചിക്കണം. ഇന്നലെ ആൽബി എനിക്കെതിരെ പറഞ്ഞ വീഡിയോ, അതായത് എനിക്കെതിരെ അല്ല പറഞ്ഞത്, ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും എതിരെ പറഞ്ഞൊരു വീഡിയോ ശോഭ എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ സ്ത്രീപക്ഷവാദികളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഞാൻ പറഞ്ഞത്? ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരു സമൂഹത്തിൽ കുറെ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞ ഉടനെ എനിക്കെതിരെ തിരിഞ്ഞ് ഞാൻ സ്ത്രീകൾക്കെതിരെ പറഞ്ഞു എന്നതിനെ വരുത്തി തീർത്ത് വളരെ മോശമായ രീതിയിൽ നടക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്ത വിഷമം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എന്തിനു വേണ്ടി സംസാരിച്ചു, ആർക്ക് വേണ്ടി സംസാരിച്ചു, ആരാണ് ഇപ്പോൾ ഈ പൊള്ളി നടക്കുന്നത്? ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ചാനലിനെതിരെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ പണം മേടിച്ചിട്ട് എത്രയോ പേർ എനിക്കെതിരെ തിരിഞ്ഞേക്കാം. ഭാവിയിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിന്നത് പറഞ്ഞതിൽ 100% സത്യമുള്ള. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് ഒരു അമ്മ അയച്ച മെയിൽ, അതായത് ഈ ചാനലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞ്, അവരുടെ മകൾക്കുണ്ടായ വിഷമങ്ങൾ പറഞ്ഞ്, മകളുടെ കൂട്ടുകാരികൾക്കും ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് ഒരു അമ്മ അയച്ച മെയിൽ ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്റർവ്യൂവിൽ വായിച്ചതാണ്. അവർ ടെലികാസ്റ്റ് ചെയ്തില്ല, അവരത് കട്ട് ചെയ്ത് കളഞ്ഞു. 2, ബിഗ് ബോസിൽ എന്റെ ഒപ്പം പ്രവർത്തിച്ച ഒരു മത്സരാർത്ഥിക്ക് മുൻ മത്സരാർത്ഥിയുടെ ഒരു സുഹൃത്ത്, ഒരു സ്ത്രീ സുഹൃത്ത് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ആ മൈൽ സ്റ്റോണിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതിനകത്ത് ആ പെൺകുട്ടി ഇങ്ങനെയാണ് പറയുന്നത്, അതായത് എന്റെ ഒപ്പം മത്സരിച്ച ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടി അയച്ച മെസ്സേജാണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലായിരിക്കാം, പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ധാരാളം പേരുണ്ട്. അതിൽ അവളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, മുൻപ് ബിഗ് ബോസിൽ പോയ ഒരു സുഹൃത്തുണ്ട്, അവളുടെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങി, അതിന്റെ തെളിവ് ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ അത് ഒരു മുൻകൂർ ധാരണ പ്രകാരം ബിഗ് ബോസിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. അവർക്ക് വീട്ടിൽ എന്തോ അനിയന്റെ സഹോദരിയുടെ കല്യാണമോ മറ്റോ വന്നപ്പോൾ പോലും അവരവരെ ആ പൈസ തിരിച്ച്, അതായത് ഈ പറഞ്ഞ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഈ വോയിസും ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേൾപ്പിച്ചു. ഇവരിതും കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനിത് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, സകലമാന ആൾക്കാരും വന്നിരുന്നിട്ട് എന്റെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് പുറത്ത് പറയാൻ പറ്റും. അതായത് എന്നോട് പേഴ്സണലി പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഭാവിയിൽ ദോഷമുണ്ടാവാത്ത രീതിയിൽ അവരെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. കാരണം അഖിൽമാരാർ നശിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അതിന്റെ നഷ്ടം എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കുമാണ്. അവരത് സഹിച്ചോളും. പക്ഷെ എന്നിലൂടെ മറ്റൊരാൾക്കൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ, ഇന്നലെ തന്നെ ഈ ആൽബി എന്ന് പറയുന്നവന്റെ ചെബുക്കല്ല് വളക്കെ 2 അടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, അവർ അതിൽ ജോലി ചെയ്യുന്ന 2 സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. അളിയ, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുക. കാരണം അവര് ഉന്നതമായ 2 സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരാ. അവർക്ക് അവരെ ബാധിക്കാൻ പാടില്ല. കേസോ വഴക്കോ വന്നാൽ അത് എന്നെ മാത്രം ബാധിച്ചാൽ മതി. അല്ലെങ്കിൽ ഹരി ഉണ്ടായിരുന്നു, ഹരി പറയുന്നത്, ഹരി ഞാൻ നമുക്ക് 2 കൂടെ പോകാം, ഇവർ വരണ്ട എന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊരാൾക്ക് ബാധിക്കണ്ട എന്ന് വെച്ചിട്ടാണ്. ഞാൻ പിന്നെ അവനെ അടിക്കാനും പിടിക്കാനൊന്നുമില്ല. അവന്റെ ചെബുക്കല്ല് വളക്കെ 2 അടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, അവര് അതിൽ ജോലി ചെയ്യുന്ന 2 സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. അളിയ, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുക. കാരണം അവര് ഉന്നതമായ 2 സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് അവരെ ബാധിക്കാൻ പാടില്ല. കേസോ വഴക്കോ വന്നാൽ അത് എന്നെ മാത്രം ബാധിച്ചാൽ മതി. അല്ലെങ്കിൽ ഹരി ഉണ്ടായിരുന്നു, ഹരി പറയുന്നു, ഹരി ഞാൻ നമുക്ക് 2 കൂടെ പോകാം, ഇവര് വരണ്ട എന്ന് പറയുന്നതിന്റെ കാരണം
മറ്റൊരാൾക്ക് ബാധിക്കണ്ട എന്ന് വെച്ചിട്ടാണ്. ഞാൻ പിന്നെ അവനെ അടിക്കാനും പിടിക്കാനൊന്നുമില്ല. അവന്റെ Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.